പെണ്ണ് കാണാൻ വരുന്ന ചെറുക്കൻ പെണ്ണിനോട് സംസാരിക്കുന്നത് സ്വാഭാവികം. എന്നാൽ സംസാരിക്കാനായി മുറിയുടെ ഉള്ളിൽ വന്നയുടനെ തന്നെ ദേഹത്ത് ഫിറ്റായി കിടന്ന ഷർട്ടിന്റെ ഓരോ ബട്ടണും അഴിക്കുന്ന കാണാൻ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞിരുന്നു. കല്യാണത്തിന് മുന്നേ തന്നെ ആദ്യരാത്രി ആഘോഷിക്കുന്ന പ്ലാനിലാണ് എന്റെ ദേവിയെ. തുണിയുടെ മറയില്ലാതെ കാണുന്ന അവന്റെ നഗ്നമായ ഉറച്ച നെഞ്ചിലൂടെ അവളുടെ കണ്ണുകൾ ഒഴുകി നടന്നു. എന്തായാലും കാണാൻ കൊള്ളാം. 6 പാക്കാണ് പുള്ളി. 8 പാക്കായാലും കൊള്ളായിരുന്നു. നെഞ്ചിലെ രോമക്കാണുള്ളിൽ ഒളിഞ്ഞിടക്കുന്ന ചെറിയൊരു പ്ലെയിൻ ചെയിൻ, അതിൻ്റെ അറ്റത്തായി ചെറിയൊരു ചിഹ്നം കൂടിയുണ്ട്. പക്ഷേ കാണത്തില്ലെന്ന് മാത്രം. അതൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ സമ്മതിച്ചില്ലെന്നോർത്ത് വേണ്ടെന്ന് വെച്ച് പതിയാളുടെ മുഖത്തേക്ക് നോക്കി. ആര് കണ്ടാലും നോക്കി നിന്ന് പോകുന്ന നല്ല സുന്ദരമായ മുഖം. നല്ല കട്ടിയുള്ള മീശയും പുരികവും താടിയും ഉണ്ടായിരുന്നതിലും കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ ഉണ്ണിയേട്ടനെ പോലെ ചിരിച്ചാൽ മുത്തുപൊഴിയെന്ന് ഓർത്തിട്ടാണെന്ന് തോന്നുന്നു. ഒരുമാതിരി പോലീസുകാർ ചോദ്യം ചെയ്യാൻ നിൽക്കുന്ന പോലെ ദേഷ്യത്തിൽ നിൽക്കുന്നു. ബ്ലഡി പട്ടാളം പുരുഷു. വൈദവൈ പുള്ളിയുടെ സൗന്ദര്യം നോക്കിയിരിക്കാതെ കാര്യത്തിലേക്ക് ഇറക്കുമാരാട്ടെ എന്ന് പറഞ്ഞ് ബ്ലഡി മനസ്സ്. എന്ത് ചെയ്യാനാ? പുള്ളീനെ കിട്ടുന്ന പെമ്പിളയുടെ തലയിലെഴുത്ത്. സ്വന്തം പ്രോപ്പർട്ടിയെ വായി നോക്കാൻ വേറെ ആരുടെ അനുവാദം ചോദിക്കണ്ടല്ലോ. അല്ല, താനെന്തിനോട് വന്നിരുന്നു? പെണ്ണ് കാണാൻ. ആരെ? നിന്നല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. റീവെഞ്ചിനാണോ? അതാണീ വേണ്ട. ഇനി ഞാനൊന്നിനും വരത്തില്ല. സത്യമായിട്ട് ഞാൻ നന്നായി. അത് നീ അങ്ങ് തീരുമാനിച്ചാൽ പോരല്ലോ. ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂട്ടണമെന്നാണല്ലോ. അതിന് എനിക്ക് തന്നെ ഇഷ്ടമല്ല. തനിക്ക് എന്നെ പിന്നെന്താ? അപ്പം പിന്നെ എല്ലാവരുടെയും ഈ കല്യാണത്തിന് സമ്മതം എന്ന് പറയണേ എന്ന് നിന്നോടാരെങ്കിലും പറഞ്ഞു? മര്യാദ കല്യാണത്തിന് സമ്മതിച്ചോണം. അല്ലാതെ ആ സമയമാകുമ്പോഴേക്കും വല്ല പണിയും കാണിക്കാൻ നോക്കിയാ നിന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി ഞാൻ. കേട്ടല്ലോ? എനിക്കെന്നെ കൊച്ചില്ലാതെ പറ്റില്ലെന്നേ. അതുകൊണ്ട് അച്ഛയോട് പറഞ്ഞേക്ക് ഈ കല്യാണത്തിന് സമ്മതമാണെന്ന്. ദേ, ഈ കാന്താരി നെഞ്ചിലായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇനിയും നിന്നെ കെട്ടിക്കൊണ്ടുപോയില്ലെങ്കിൽ വേറെ വല്ലവരും കൊണ്ടുപോകും. എന്നാ ഞാൻ പോയേക്കുവാ. കവിളിലായി ഉമ്മ തന്നിട്ട് വേഗം ഷർട്ടിന്റെ ബട്ടണിട്ട് ഓടിപ്പോകുന്നവനെ അവൾ ഒന്നുകൂടി നോക്കി. പണ്ടൊരു ദിവസം സ്കൂളിൽ പോകാനിറങ്ങിയപ്പോൾ, അതായത് എൻ്റെ കണ്ടശനി തുടങ്ങിയത് ഞാൻ 12ൽ പഠിക്കുമ്പോഴായിരുന്നു. പോകുന്ന വഴിക്ക് ഒരു കുടുകുടു വേഗം എന്നെ മറികടന്നു പോയി. എന്തോ ഭാഗ്യം എന്ന് പറഞ്ഞാൽ തലേന്നത്തെ മഴയുടെ ബാക്കി പത്രമായി അങ്ങിങ്ങായി കുഴികളിൽ വെള്ളം കിടപ്പുണ്ടായിരുന്നു. അയാൾ പോകുന്ന പോക്കിൽ അതിൻ്റെ മേലേക്ക് തെറിച്ചു. ദേഷ്യം വന്ന അയാളോട് എന്തൊക്കെയോ പറഞ്ഞു. തിരികെ പറയാനൊരു അവസരം പോലും കൊടുത്തില്ല. അന്നങ്ങനെ സമയം കൊടുത്തിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. പക്ഷെ എന്നാ ചെയ്യാനാ? കണ്ടശനി കൊണ്ടേ പോകൂ. അന്ന് കയ്യിൽ കിട്ടിയ കല്ലുകൊണ്ട് അയാളുടെ കുടുകുടുവിനിട്ട് ഒരു ഏറെടുത്തു. അത്രയും നാളെറിഞ്ഞാൽ ഒരു പേരക്ക് പോലും വീഴില്ലാഞ്ഞു. എന്നാൽ ആ ദിവസം എൻ്റെ ഏറ് വളരെ കൃത്യമായിരുന്നു. ആ കുടുകുടുവിൻ്റെ 2 കണ്ണിൽ ഒരെണ്ണത്തിൻ്റെ കണ്ണ് നൈസായിട്ട് അങ്ങ് പൊട്ടി. അതിന് പുള്ളിയുടെ വായിന്ന് കേട്ടത് എനിക്കൊരു കയ്യും കണക്കില്ല. നമുക്ക് പിന്നെ ഇതൊക്കെ വെറും ഗ്രാസ് ആയതുകൊണ്ട് അയാളെ തിരിച്ചു പറഞ്ഞ് വേഗം അവിടുന്ന് പോയി. എന്നാൽ പിന്നീടാണ് യഥാർത്ഥ പണി വന്നത്. 12 കഴിഞ്ഞ് ഡിഗ്രിക്ക് അടുത്തുള്ള കോളേജിൽ തന്നെ ചേർന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം പുതിയൊരു ചുള്ളൻ സാർ അവിടെ ജോയിൻ ചെയ്തു എന്ന് കേട്ടു. വലിയ തിടുക്കത്തിൽ പുള്ളീനെ കാണാൻ ചെന്നാ നടന്നില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു തങ്ങളെ പഠിപ്പിക്കാനാണ് വരുന്നതെന്ന്. മനസ്സിലൊരായിരം പൂത്തിരി കത്തിയ പ്രതീതി. ആളെ കണ്ടപ്പോൾ എവിടെയോ കണ്ട് പരിചയം തോന്നി. പക്ഷെ എവിടെയാണെന്ന് ഓർമ്മ കിട്ടിയില്ല. ഓരോരുത്തരായി പരിചയപ്പെട്ടു. ഒടുവിൽ എൻ്റെ അടുത്തെത്തി. അപ്പോഴാണ് ശരിക്കും അയാളുടെ കണ്ണ് കണ്ടത്. അന്ന് കുടുകുടുവിൽ കണ്ട ആളുടെ അതേ പൂച്ച കണ്ണുകൾ. പരിചയപ്പെടണം കഴിഞ്ഞ് ക്ലാസ്സിൽ നിന്ന് പോവാൻ നേരം അങ്ങേര് മീശ പിരിച്ചൊരു നോട്ടമായിരുന്നു. പണി വരുന്നുണ്ട് അവറാച്ച എന്ന് ആരോ ഉള്ളിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു. അതോടെ തുടങ്ങി ഞങ്ങളുടെ അടി. പഠിപ്പിക്കുന്ന അധ്യാപകനാണെങ്കിൽ ആൾ തനി കൂതരയാണെന്നതോടെ മനസ്സിലായി. ഇടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ ആളുടെ കുടുകുടുവിൻ്റെ കാറ്റഴിച്ചു വിടുക, എന്നിട്ട് മാറിന്ന് പുള്ളിയുടെ കോപ്രായം കാണുക. അത് ചെയ്തവരെങ്ങാനും കൈ കിട്ടിയായിരുന്നെങ്കിൽ പുള്ളി പച്ചയ്ക്ക് കത്തിച്ചേനെ എന്നുള്ളത് മറ്റൊരു പച്ചപരമ സത്യം. അങ്ങനെ ചെയ്യാൻ അവിടെ ആകപ്പാടെ ധൈര്യം എനിക്കാണെന്നുള്ളത് പുള്ളിക്കറിയാം. അതിൻ്റെ പ്രത്യുപകാരമായിട്ട് രാവിലെ വരുന്നതേ നമ്മളോട് ചോദ്യം ചോദിക്കും. ഒന്നുകിൽ കുന്തം പോലെ അവസാനം വരെ എണീറ്റ് നിൽക്കും, ഇല്ലേ പുറത്ത് കാണും. അതുപോലെ ക്യാൻറ്റീൻ അവിടെ കാണും. ഇതൊന്നും നമുക്ക് പിന്നെ പുത്തിരിയില്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ചെന്ന് ചോറി. ഒരു രസം. ഓരോന്ന് ആലോചിച്ച് സമയം പോയത് അറിഞ്ഞില്ല. മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേ കല്യാണത്തിന്റെ കാര്യം തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. വീതി അല്ലാതെ എന്താ? ആ മറുതയെ കെട്ടുന്ന കാര്യം ആലോചിക്കുമ്പോൾ കയ്യും കാലും വിറക്കുക. അല്ലെങ്കിൽ തന്നെ ഇതുപോലൊരു ചുള്ളന് വേറെ കിട്ടുമോ? ആ കാര്യം ഓർത്തപ്പോൾ ഞാനും പറഞ്ഞ സമ്മതം. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നിശ്ചയം കെട്ടുമല്ല. അങ്ങനെ വരുൺ കൃഷ്ണ നന്ദനാരവിയെ വിവാഹം കഴിച്ചു. എല്ലാം എത്ര പെട്ടെന്നാണ് ആവും. അന്ന് പിന്നാണ്ട് പോയത് പിന്നെ പുള്ളി വിളിക്കുവോ? എന്തിന്? കോളേജിൽ വെച്ച് കണ്ട ആ മൈൻഡ് പോലും ഇല്ലാതായി. ഇങ്ങോട്ടില്ലേ പിന്നെ എന്തിനാ അങ്ങോട്ട്? അങ്ങനെ ഇന്നാണ്. സോറി, ഞങ്ങളുടെ ആദ്യ രാത്രി. എന്താവും ദൈവത്തിനറിയാം. എല്ലാവരും കൂടെ സാരിയും മുല്ലപ്പൂവും ചുറ്റിച്ച് കയ്യിലൊരു പാല് ഗ്ലാസ് തന്നിട്ട് മുറിയിലേക്ക് കയറ്റി വിട്ടു. അങ്ങേരെ അവിടെയൊന്നും കണ്ടില്ല. ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന കേട്ടു. കുളിക്കുകയാവും. കുറച്ചു നേരം അവിടെ ഇരുന്നു. പിന്നീട് അവിടെ ചുമലിൽ തൂക്കിയ ഫോട്ടോ നോക്കി കണ്ടു. എത്തിയോ കാന്താരി, ഇരിക്ക്. ഒരു മുണ്ട് മാത്രം എടുത്ത് തലയിലെ വെള്ളം കയ്യിലെ ടവലിൽ തൂക്കുന്നുണ്ടായിരുന്നു. കണ്ണിലേക്ക് പാറി വീഴുന്ന പുള്ളിയുടെ ആ ചെമ്പൻ മുടി കാണാൻ നല്ല രസം. എന്തു പറ്റിയതാണാവോ? ഒരു മര്യാദക്കൊക്കെ സംസാരിക്കുന്നുണ്ട്. അതെ, ശരിക്കും എന്നെ ഇഷ്ടമായിട്ട് കല്യാണം കഴിച്ചാണോ? അതേലോ,
അതിനെന്താ അത്രയ്ക്ക് സംശയം? അല്ല, ഏതെങ്കിലും പ്രതികാരത്തിനാണെന്ന് ഞാൻ ചോദിച്ചോ? എന്നാ പിന്നെ പറഞ്ഞ് എന്നെ എപ്പോഴാണ് ഇഷ്ടമായെന്ന്. അതോ, അന്ന് ആ ഓണത്തിന് എൻ്റെ കൊച്ചിന് ശരിക്കും ഒരു പെണ്ണായിട്ട് എനിക്ക് തോന്നി. ആ വയലറ്റ് പട്ട് വാടകയ്ക്ക് ഇട്ടത് ദാ ഇതുപോലെ തലയിലെ മുല്ലപ്പൂ ചൂടി കണ്ണെഴുതി പൊട്ടും തൊട്ട് നല്ലൊരു സുന്ദരി പെണ്ണായിട്ട് വന്നില്ലേ അന്ന് തൊട്ട്. ഇല്ലെങ്കിൽ ചുമ്മാ അവിടെ ഇവിടെ കയറി ജീനും ടോപ്പൊക്കെ ആയിട്ട് ഒരുമാതിരി ദാരിദ്ര്യം പിടിച്ച പിള്ളേരെ പോലെ. അതുകൊണ്ടാ മേലാൽ ഇതുപോലത്തെ അങ്ങിങ്ങാത്ത തുണിയിട്ട് കോളേജിൽ വരലെന്ന് പറഞ്ഞു. മനസ്സിലായോ? അല്ലവണ് നിനക്കെന്നെ ഇഷ്ടമായോ? അങ്ങനെ ചോദിച്ചാൽ നല്ലൊരു ചുള്ളഞ്ചക്കനെ കൈ കിട്ടി ആരമാഷി വേണ്ടെന്ന് നിൽക്കുന്നത്. തന്നെ കണ്ടപ്പോൾ ഒരു ക്രഷൊക്കെ തോന്നിയിരുന്നു. പക്ഷെ പിന്നീടുള്ള അടിയോട് അതും പോയി കിട്ടി. കോളേജിൽ എപ്പോഴും പല്ലൊഴിഞ്ഞ സാറുമാരെയും ടീച്ചർമാരെയും കണ്ടുകൊണ്ട് മടുത്തു. അപ്പം നല്ലൊരു യൂത്ത് വന്ന ആരാ നോക്കാത്തേ? എന്നാലേ ബാക്കിയൊക്കെ നമുക്ക് നാളെ പറയാം. കൊച്ചു മടുത്തില്ലേ? കിടന്നെന്ന് പതിയെന്നെ കൊണ്ട് പുള്ളി കട്ടിൽ കിടന്നു. എന്നിട്ട് അങ്ങയുടെ നെഞ്ചിലായി തലവെപ്പിച്ചു. എന്താ സുഖം! ഒരു വെള്ളപ്പനിയനും മുണ്ടും മാത്രമാണ് വേഷം. പുള്ളീനെ ഇങ്ങനെ ചേർന്ന് കിടക്കാൻ എന്ത് രസമാണെന്നറിയോ? നേരത്തെ അങ്ങേര് ഇഷ്ടം പറഞ്ഞ കോളേജിലൊക്കെ വെച്ച് കുറച്ച് നാൾ പ്രേമിച്ചിട്ട് കെട്ടമായിരുന്നു. എന്തായാലും എല്ലാം നടന്നു. ലൈറ്റ് ഓഫായി ടേബിൾ ലാമ്പ് ഓണാക്കി. അപ്പോഴും അങ്ങേരുടെ ആ ഇടത്തെ നെഞ്ചിന് മുകളിലായി എന്തോ ഒക്കെ അടിച്ചതിൻ്റെ പാട് കണ്ടത്. എന്തു പറ്റിയതാണാവും? വേഗണീറ്റ് ലൈറ്റ് ഓൺ ചെയ്യാൻ പോയപ്പോഴാണ് അങ്ങേരുടെ ചെയിനിലായിട്ട് മുടിയുടക്കിയത്. ആ മുടിയൊന്ന് അഴിക്കാൻ നേരത്താണ് ആ സാധനം നേരെ ചൊവ്വെ കണ്ടത്. എൻ്റെ കാണാതെ പോയ സ്വർണ്ണ ചെയിൻ്റെ അതേ അറ്റത്തായി ചെറിയൊരു ഹാർട്ടുണ്ട്. ഇത് ഞാൻ തപ്പാത്ത സ്ഥലമല്ല. എൻ്റെ പൊന്നോ, ഒരു കള്ളനെയാണ് ദൈവം ഞാൻ കിട്ടിയത്. ടോ, താനപ്പോൾ ഒരു കള്ളനും കൂടിയാണല്ലോ. എൻ്റെ ചെയിൻ ഇത് ഞാൻ അന്വേഷിക്കാത്ത സ്ഥലമല്ല. താനെ ചതിക്കായിരുന്നല്ലേടാ. തന്നെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പം തന്നെ പോലീസിനെ വിളിക്കും. നോക്കിക്കോ. നന്ദു, നീ തന്നെ ഈ പറയുന്നത്? നിനക്ക് എന്നാ പറ്റി? എന്തിനാ പോലീസിനെ വിളിക്കുന്നത്? കാര്യം പറ. നിങ്ങളല്ലേ മനുഷ്യ എൻ്റെ ചെയിൻ അടിച്ചു മാറ്റി? ആശിച്ച് മോഹിച്ച് മേടിച്ചിട്ട് ഒരു മാസം തേച്ചിടാൻ കൂടി പറ്റിയില്ല. അതിന് മുന്നേ തന്നെ കയ്യിൽ നിന്ന് പോയി. അതിന് അമ്മയുടെ കയ്യിൽ ഞാൻ മേടിച്ച തല്ലിന് കണക്കില്ല. ഒരിപ്പ പതിയെ വീട്ടുകാർക്ക് നിന്റെ അറച്ച കേട്ട് ഇപ്പം എണീറ്റ് വരും. ഇപ്പം എന്നതാ അറിയണ്ട്? ഈ ചെയിൻ എങ്ങനെ എൻ്റെ കയ്യിലൊന്നല്ലേ? എന്നാ കേട്ടോ, അത് നീ ആ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങാൻ നേരം എൻ്റെ കഴുത്തിൽ നിന്ന് അഴിഞ്ഞു വീണതാ. ഓ, ഞാൻ ഓർക്കുന്നു. അന്നൊരു ഈ കാട്ടാളിനോട് ചോദ്യം ചോദിച്ചു. അറിയത്തില്ലെന്ന് ഉറപ്പ് കണ്ടുകൂട്ടുന്ന ചീത്തയും പറഞ്ഞ് ഇരുന്നോളാൻ പറഞ്ഞു. അതിൻ്റെ ദേഷ്യത്തിൽ പുള്ളിക്കാരൻ്റെ ക്ലാസ്സിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് കൊഞ്ഞനെ കുത്തി കാണിച്ചു. വെറും ചെറുതായിട്ട്. അതിനാ മറുത്ത് ഇറങ്ങാൻ നേരം എന്നെ വിളിച്ച് വേഗം ലൈബ്രറിയിലേക്ക് വരാൻ പറഞ്ഞു. വേഗം അതിനകത്ത് എന്നെ വലിച്ച് പുള്ളിയുടെ നെഞ്ചത്തേക്ക് വലിച്ചിട്ടു. പകച്ചു പണ്ടാരടങ്ങി പോയി. എന്നിട്ട് മേലെ ഇതുപോലെ ചെയ്തേക്കില്ലെന്ന് പറഞ്ഞു ഉപദേശം. അത് നമ്മളോട് നടന്നു തന്നെ. വെറുതെ ഒന്ന് ആത്മറിഞ്ഞപ്പോഴേക്ക് അങ്ങയുടെ തലേൻ്റെ കഴുത്തിലേക്ക് എത്തിയിരുന്നു. പുള്ളിയുടെ മുഖത്തെ കുറ്റിത്താടി കൊണ്ട് ഇക്കിളിയാവുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് സ്ഥലകാലബോധം ഉണ്ടായി. അങ്ങനെ തള്ളി മാറ്റി നെഞ്ചിൽ നല്ലൊരു മുദ്രണവും ചാർത്തി കൊടുത്തിട്ട് ഇറങ്ങിപ്പോന്നേ. നമ്മളോടാ കളി. അങ്ങനെ കൊടുക്കുകയും ചെയ്ത് എൻ്റെ കയ്യിൽ പോവുകയും ചെയ്തു. അപ്പൊ പുള്ളിയുടെ നെഞ്ചിലെ പാട് അറിയാതാൽ കൂടി ഒന്ന് വിരലോടിച്ചു. ഒപ്പം കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരിയും ഉണ്ടായിരുന്നു. അപ്പോൾ സംശയമൊക്കെ എൻ്റെ കൊച്ചിൻ്റെ മാറിയ സ്ഥിതിക്ക് നമുക്കെന്നാ കിടന്നാലോ? അവൻ്റെ കണ്ണിറുക്കിയുള്ള സംസാരത്തിലെ ശ്രദ്ധയിലെത്തിയവൾ പെട്ടെന്നാണ് കട്ടിലേക്ക് വീണ്. ഒപ്പം തന്നെ മേലെ കിടക്കുന്നവൻ്റെ കണ്ണുകളിലേക്ക് അവൾ മിഴിയൂന്നി. അന്ന് കണ്ട അതേ കള്ളത്തരം കൊണ്ടുള്ള മീശ വിരിക്കൽ, ആരെയും വശീകരിക്കാൻ കഴിയുന്ന ആ പൂച്ച കണ്ണുകൾ. അതെ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനാണില്ലേ? ഇനിയും സമയമുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? എന്ത്? ആഹാ, അപ്പോഴത്തേനും അതൊക്കെ മറന്നു വേണ്ടേ നീ? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ? അവളുടെ ദേഹത്തേക്ക് തന്റെ ഭാരം നൽകി അവളുടെ കണ്ണുകളിൽ നേർമയായി മുത്തി. ആ നിമിഷം അവളുടെ പെടച്ചിൽ അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എത്രയും വേഗം അവളെ സ്വന്തമാക്കാൻ അവന്റെ ഹൃദയം തുടികൊട്ടി. അവളുടെ ദേഹത്തുനിന്ന് വരുന്ന മുല്ലപ്പൂവിന്റെ ഗന്ധം അവൻ ആവോളം ശ്വസിച്ചു. ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നായപ്പോൾ അവൻ അവളുടെ വിയർപ്പൊടിഞ്ഞ കഴുത്തിരിക്കിലേക്ക് തലപൊഴുത്തിയിരുന്നു. അവന്റെ ചുണ്ടിന്റെയും നാവിന്റെയും ചലനം അവളുടെ ഹൃദയമിടിപ്പ് കൂടി. തള്ളി മാറ്റണമെന്നുണ്ടെങ്കിൽ പോലും സാധിക്കുന്നില്ല. അവളുടെ നീല ഞരമ്പിൽ അവന്റെ പല്ലുകൾ മുദ്രണം ചാർത്തി. അതിന്റെ മറുപടി എന്നോണം ഒരിക്കൽ കൂടിയാണ് അവന്റെ ചുണ്ടുകൾ കൊണ്ട് അവിടെ തഴുകി. ഉയരുന്ന കിതപ്പിനിടയിലും അവൾ എങ്ങനെയോ ഒരുവിധം അവനെ വിളിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചതെന്നോ എന്താണ് അതിന് കാരണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. എന്നാൽ തീരെ പ്രതീക്ഷിക്കാതെ അവിടെ നാവിൽ നിന്ന് വീണ വാക്ക് കേൾക്കാൻ അവനൊന്നുകൂടി കൊതിച്ചിരുന്നു. നന്ദുസേ, ഒന്നുകൂടി വിളിച്ചിടി നീ. അവളുടെ ആ വിളിയിൽ എന്തോ ഒന്നും മറഞ്ഞിരിക്കുന്നതായി അവന് തോന്നി. എന്നാൽ തല ഉയർത്തി നോക്കിയതേ അവളുടെ ചുമന്നു തുടുത്ത മുഖത്തേക്ക് അവന് മുഖം കൊടുക്കാതെ തിരിഞ്ഞിടുന്നവളെ തനിക്ക് നേരെ കിടത്തി. അവളുടെ നെറുകിലായി മുദ്രണം ചാർത്തി. ഇതുവരെയും കാണാത്ത അറിയാത്ത പുതിയൊരു മായിക ലോകത്തിൽ രണ്ടുപേരും എത്തിച്ചേർന്നിരുന്നു. അവരുടെ പ്രണയം ഇവിടെ തുടങ്ങുകയാണ്. ഒരിക്കലും ഇഴവിരിയാത്ത വിധം അടുത്തു പോകുന്ന പ്രണയം അവർ ജീവിക്കട്ടെ.